Point. ഇന്ത്യയുടെ ഗുകേഷ് ചരിത്രം സൃഷ്ടിച്ചു. വെറും 18-ാം വയസ്സിൽ ആ കുട്ടി ലോക ചെസ് കിരീടം ചൂടി. 5 വർഷം വിശ്വനാഥൻ ആനന്ദ് ഇന്ത്യയിലെത്തിച്ച ലോക ചെസ് കിരീടം അങ്ങനെ ഗുകേഷിലൂടെ ഇന്ത്യയിൽ തിരിച്ചെത്തുകയാണ്. ലോക ചെസ്സിലെ 18-ാം ലോക ചാമ്പ്യനാണ് 18 വയസ്സുള്ള ഗുകേഷ്. പണ്ട് ഫിഷറും കാർപോവും കാസ്പറോവും ആനന്ദും കാൾസനും ഇരുന്ന ചെസ് സിംഹാസനത്തിൽ ഇപ്പോൾ ഇതാ ഗുകേഷ്, ഇന്ത്യക്കാരനായ ഗുകേഷ്. പണ്ട് കാസ്പറോ ലോക ചാമ്പ്യനായത് വെറും 22-ാം വയസ്സിലായിരുന്നു. ഗുകേഷ് ആ റെക്കോർഡും തകർത്തു. 18-ാം വയസ്സിലാണ് ഗുകേഷ് ലോക ചാമ്പ്യനാവുന്നത്. ചൈനയുടെ ഡിങ് ലിറനായിരുന്നു നിലവിലുള്ള ലോക ചാമ്പ്യൻ. കളി തുടങ്ങുമ്പോഴത്തെ അവസ്ഥ അതായിരുന്നു. 2024 ഏപ്രിലിൽ കാനഡയിലെ ടൊറാന്റോ നഗരത്തിൽ നടന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ചാമ്പ്യനായതാണ് ഗുകേഷിനെ ലോക ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കാൻ അർഹനാക്കിയത്. അന്ന് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ചാമ്പ്യനാവുമ്പോൾ ഗുകേഷ് പിറകിലാക്കിയവർ എല്ലാവരും മഹാരഥന്മാരായിരുന്നു. ഇയാൻ പൊമ്യാച്ചി, ഹിക്കാറോ നകാമുര, ഫാബിയാനോ കരുവാന, അലി റേസ, ഫിറോസ്ജ, ഇന്ത്യയുടെ തന്നെ പ്രജ്ഞാനന്ദ, അവരെല്ലാം ഗുകേഷിന്റെ പിറകിലായി പോയി. ഒടുവിൽ കാൻഡിഡേറ്റ്സ് ജയിച്ച ഗുകേഷ് സിംഗപ്പൂരിൽ വെച്ച് ലോക ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെയും തോൽപ്പിച്ചു. അങ്ങേയറ്റം നാടകീയമായിരുന്നു ഡിങ് ലിറൻ ഗുകേഷ് മത്സരങ്ങൾ. 14 ഗെയിമുകളായിരുന്നു ആകെ. 14 ഗെയിമുകളിൽ നിന്ന് ആരാണോ ആദ്യം 7.5 പോയിന്റ് നേടുന്നത് അയാൾ വിജയിയാകും. അതാണ് നിയമം. 14 കഴിഞ്ഞ് സ്കോർ 7-7 ആയാലോ പിന്നെ റാപ്പിഡ് ചെസ് മത്സരങ്ങളുടെ ഒരു പരമ്പരയാണ്. അതിൽ ജയിക്കുന്ന ആളായിരിക്കും പിന്നെ ലോക ചാമ്പ്യൻ. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. 14-ാം ഗെയിം ജയിച്ച് ഗുകേഷ് ലോക ചാമ്പ്യനായി. 14 ഗെയിമുകളുള്ള മത്സരത്തിൽ 1-ാം ഗെയിം തന്നെ ജയിച്ച് ഡിങ് ലിറൻ ലീഡെടുത്തപ്പോൾ ചിലരെങ്കിലും ഭയപ്പെട്ടു, ലോക ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ വെറും 18 വയസ്സുള്ള ഗുകേഷ് വട്ടപൂജ്യമായി മാറുമോ എന്ന്. പക്ഷേ ഗുകേഷിന് ആ ഭയം ഉണ്ടായിരുന്നില്ല. 3-ാം ഗെയിം ജയിച്ച് ഗുകേഷ് തിരിച്ചടിച്ചു. അങ്ങനെ പരമ്പര സമനിലയിലായി. പിന്നെ അടുത്ത 7 ഗെയിമുകൾ തുടർച്ചയായി സമനിലകൾ. അങ്ങനെ 11-ാം ഗെയിമിൽ ഇറങ്ങുമ്പോൾ സ്കോർ 5-5. 11-ാം ഗെയിമിൽ ഗുകേഷ് ഡിങ് ലിറനെ തോൽപ്പിച്ച് 6-5 എന്ന ലീഡ് എടുക്കാനും സാധിച്ചു. പക്ഷേ തൊട്ടടുത്ത ഗെയിമിൽ തിരിച്ചടിച്ച ഡിങ് ലിറൻ ആ ലോക ചാമ്പ്യൻഷിപ്പിന്റെ സ്കോർ 6-6 ആക്കുന്നു. നാടകീയത അവിടെയും അവസാനിച്ചില്ല. 13-ാം ഗെയിമിൽ ഗുകേഷിന് വെളുത്ത കരുക്കൾ. ചെസ്സിൽ വെളുത്ത കരുക്കൾ കിട്ടുന്നത് ചെറിയൊരു മുൻതൂക്കം തരും. അതിനാൽ ഗുകേഷിന് ജയിക്കാൻ ശ്രമിക്കാമെന്ന് മിക്കവരും ആശിച്ചു. മിക്കവർ എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ. പക്ഷേ ചെറിയൊരു മുൻതൂക്കം ഉണ്ടാക്കി എന്നല്ലാതെ ഗുകേഷിന് ആ ഗെയിം സമനിലയാക്കാനേ കഴിഞ്ഞുള്ളൂ. ഒടുവിൽ അവസാനത്തെ മത്സരം വരുന്നു, 14-ാം ഗെയിം. ഇത്തവണ വെള്ളക്കരുക്കൾ ഡിങ് ലിറനാണ്. ഡിങ് ലിറനാണ് അപ്പോൾ ജയിക്കാൻ കളിക്കുക എന്നർത്ഥം. മത്സരം റിവേഴ്സ്ഡ് ഗ്രാൻഡ്ഫെൽഡ് എന്ന പ്രതിരോധത്തിലാണ് നടന്നത്. മത്സരം തുടങ്ങി 29-ാമത്തെ നീക്കത്തിൽ ഡിങ് ലിറന് റാണി പക്ഷത്ത് ഒരു കാലാളിനെ നഷ്ടപ്പെട്ടു. പക്ഷെ അതുകൊണ്ട് മാത്രം ഡിങ് ലിറൻ തോൽക്കില്ലായിരുന്നു. കാരണം ബോർഡിൽ ഇരുവർക്കും ഓരോ ബിഷപ്പും റൂക്കും ക്വീനും ഉണ്ടായിരുന്നു. ഇത്രയും കരുക്കളുള്ള സ്ഥിതിക്ക് ഗുകേഷിന്റെ 2 കാലാളിനെ ഡിങ് ലിറന്റെ ഒരു കാലാളിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് കരുക്കൾ പരസ്പരം വെട്ടിമാറ്റുന്ന കാഴ്ചയാണ് ബോർഡിൽ കണ്ടത്. 2 ക്വീനുകൾ ആദ്യം വെട്ടപ്പെട്ടു. അതോടെ ക്വീനുകൾ ഇല്ലാതായി. ഗുകേഷ് തന്റെ റൂക്കെടുത്ത് 2-ാം റാങ്കിൽ വെച്ചതോടെ ഡിങ് ലിറന് തന്റെ രാജാവിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാതായി. ഇതിനു പകരം ലിറനും തന്റെ റൂക്ക് കൊണ്ട് ഗുകേഷിന്റെ രാജാവിനെയും മുന്നേറാൻ പറ്റാതെ ആക്കണമായിരുന്നു. പക്ഷേ ഡിങ് ലിറന് അബദ്ധം പറ്റി. അദ്ദേഹം തന്റെ റൂക്കിനെ 2-ാം റാങ്കിലേക്ക് പിൻവലിച്ച് റൂക്കുകൾ പരസ്പരം വെട്ടിമാറ്റാൻ അനുവദിക്കുകയാണ് ചെയ്തത്. ഏറ്റവും വലിയ അബദ്ധം എന്ന് തന്നെ പറയണം. ആ സമയത്ത് A8 കളത്തിലുള്ള ബിഷപ്പിനെയും പരസ്പരം വെട്ടിമാറ്റേണ്ടതായി വന്നു ഡിങ് ലിറന്. ഇനി ബാക്കി ഗുകേഷിന് 2 പോണുകൾ, ഡിങ് ലിറന് 1 പോൺ. ഈ പൊസിഷനിൽ ഡിങ് ലിറൻ തോൽക്കുകയുള്ളൂ. അത് ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും. ഡിങ് ലിറൻ അങ്ങനെ തോൽവി സമ്മതിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഗുകേഷിന്റെ മുഖം പ്രകാശമാനമായി. ലോക ചെസ്സിൽ പുതുയുഗ പിറവി കുറിച്ചുകൊണ്ട് 18-കാരൻ ഗുകേഷ് 18-ാം ലോക ചാമ്പ്യനായി. ലോക ചെസ് കിരീടം അങ്ങനെ ചെസ്സിന്റെ ജന്മനാടായ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു ഒരിക്കൽ കൂടി. Point.